പാർട്ടി പ്രവർത്തകരുമായി എംഎൽഎ വനംവകുപ്പ് ഓഫീസിലെത്തി ജീവനക്കാരെ പരസ്യമായി ഭീഷണിപ്പെടുത്തി. കോന്നി എംഎൽഎ കെ.യു. ജനീഷ് കുമാർ കസ്റ്റഡിയിലുണ്ടായിരുന്ന യുവാവിനെ ബലമായി ഇറക്കിക്കൊണ്ടുപോയതായും ആക്ഷേപമുണ്ട്. പാടം വനംവകുപ്പ് ഓഫീസിൽ ഇന്നലെ വൈകുന്നേരമുണ്ടായ സംഭവ വികാസങ്ങളുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞതിനെ തുടർന്നുള്ള വനംവകുപ്പ് നടപടികളാണ് ജനീഷ് കുമാറിനെ ചൊടിപ്പിച്ചത്. കോന്നി ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ എംഎൽഎ വനംവകുപ്പ് ജീവനക്കാർക്കെതിരെ തിരിഞ്ഞു. മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്റർ തമിഴ്നാട് സ്വദേശി രാസു എന്ന ആളെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് എംഎൽഎ കെ.യു. ജനീഷ് കുമാർ വനംവകുപ്പ് ഓഫീസിലേക്ക് എത്തിയത്. യുവാവിനെ അറസ്റ്റ് ചെയ്തതിന്റെ രേഖകൾ ആവശ്യപ്പെട്ട എംഎൽഎ അതില്ല എന്ന് വന്നതോടുകൂടി ജീവനക്കാർക്ക് നേരെ തിരിയുകയായിരുന്നു. മനുഷ്യരെ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്, മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക, ആന കയറി താന്തയിലാടി കാണിക്കാൻ അവിടേക്കുന്നു പറഞ്ഞ താക്കീതും ഭീഷണിയും പരിഹാസവും നിറഞ്ഞ പെരുമാറ്റവും ശൈലിയും സംഭാഷണവും. 10 വർഷങ്ങൾക്ക് മുൻപ് മാവോയിസ്റ്റുകൾ സൈലന്റ് വാലി റേഞ്ച് ഓഫീസിന് തീയിട്ട സംഭവം പരോക്ഷമായി ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. കത്തിക്കും, രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും, മനസ്സിലായോ? അല്ല, എനിക്ക് അങ്ങനെ തീർക്കൊന്നും വേണ്ട, എനിക്ക് ഒരു തന്നെ ഔദാര്യം വേണ്ട. ഇന്നലെ ഇവിടെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തോളാം. തോന്നിയ നിന്നെ പണിയിപ്പിക്കുന്ന ആരാന്ന് എനിക്കറിയാം, മനസ്സിലായല്ലോ? വന്യജീവി ശല്യം രൂക്ഷമായിരിക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരപരാധികൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്ന ആക്ഷേപമാണ് ജനീഷ് കുമാറിന്. നാട്ടുകാർ വനംവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തിപ്പെടുത്തിയ ഘട്ടത്തിലാണ് വിഷയത്തിൽ ഇടപെട്ടതത്രേ. വന്യജീവികളുടെ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ ഇനിയും ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കൂടി വന്നാൽ അത് നിയന്ത്രണ വിധേയമല്ലാതായി പോകും. ആ ഘട്ടത്തിലാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. അതേസമയം എംഎൽഎക്കെതിരെ ജീവനക്കാരുടെ സംഘടന KSFPSO രംഗത്തു വന്നു. കാട്ടാന ചരിഞ്ഞ സംഭവത്തിലെ അന്വേഷണം അട്ടിമറിക്കാനാണ് എംഎൽഎ ശ്രമിക്കുന്നത്. നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും നേതൃത്വം അറിയിച്ചു. ഇതിനിടെ ജനീഷിനെ അനുകൂലിച്ച് ഇടത് കേന്ദ്രങ്ങൾ സമൂഹമാധ്യമ പ്രചരണം ശക്തിപ്പെടുത്തുകയാണ്. വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരുമ്പോൾ വനംവകുപ്പ് ജീവനക്കാരുടെ മുഷ്കിന് മുന്നിൽ മുട്ടുമടക്കാത്ത ആളാണ് തങ്ങളുടെ ഹീറോ എന്നാണ് ചിലരുടെ പോസ്റ്റ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.